നമസ്കാരം. സീരിയൽ നടി അഞ്ജിത സൈബർ തട്ടിപ്പിന് ഇരയായിരിക്കുന്നു. തിരുവനന്തപുരം സൈബർ പോലീസിന് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. സംഭവം ഇങ്ങനെയാണ്. അഞ്ജിതയുടെ വാട്സപ്പ് ഹാക്ക് ചെയ്തിട്ട് ാണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയത്. അതായത് ഈ അഞ്ജിതയുടെ ഒരു പരിചയക്കാരി കൂടിയാണ് പ്രശസ്തയായ നർത്തകി രഞ്ജന കൗർ. അവരുമായി നിരന്തരം വാട്സപ്പിലൂടെ വിനിമയം നടത്താറുണ്ട്. ന്യൂ ഇയറിന് കൂടി വിഷസ് അയച്ചതാണ്. അതിനിടയ്ക്കാണ് ഈ രഞ്ജന കൗറിന്റെ യഥാർത്ഥ വാട്സപ്പിൽ നിന്ന് തന്നെ അവർ സ്ഥിരമായി മെസ്സേജ് അയക്കുന്ന വാട്സപ്പിൽ നിന്ന് ഇങ്ങനെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെസ്സേജ് എത്തുന്നത്. അതായത് ഇങ്ങനെയാണ് അവർ പറയുന്നത്: പണം ചോദിക്കുന്നതിൽ നാണക്കേടുണ്ട്, പക്ഷെ തന്റെ അക്കൗണ്ടിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് കുറച്ച് പണം അത്യാവശ്യമായിട്ട് വേണം, തരാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പ്രശസ്തയായ നർത്തകി ആ പണം ചോദിച്ചത് കൊണ്ട് ഇവർ ആ നമ്പറിലേക്ക് വിളിച്ച് ആദ്യം തിരക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഫോൺ വിളിച്ചെങ്കിലും അവർ എടുത്തില്ല. പക്ഷെ അപ്പോൾ അവർ അതൊരു പ്രശസ്തിയായ നർത്തകിയായതുകൊണ്ട് പണം ചോദിക്കാനൊരു നാണക്കേട് കൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത് എന്നാണ് കരുതിയത്. അങ്ങനെ അവർ ഈ പണം സംഘടിപ്പിക്കാൻ തുടങ്ങി. തന്റെ അച്ഛനിൽ നിന്നും 5000 രൂപ വാങ്ങി തന്റെ കയ്യിലുണ്ടായിരുന്ന പൈസയും കൂടെ ചേർത്ത് ഇവർ പറഞ്ഞ മറ്റൊരു അക്കൗണ്ട് നമ്പറിലേക്ക്, ഒരു GPI നമ്പറിലേക്ക് 10,000 അയച്ചു കൊടുത്തു. അതിനുശേഷം തന്റെ വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ ഇവർ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അവർ ഒരു പ്രത്യേക രീതിയിലൂടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇവരുടെ ഫോൺ നമ്പറിൽ ഒരു OTP നമ്പർ വന്നു. ആ OTP നമ്പർ അവർ അയച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അതും അയച്ചു കൊടുത്തു. പക്ഷെ ഇവർ പെട്ടെന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ആ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ മെത്തേഡ് വഴി ആ വാട്സപ്പ് ഹാക്ക് ചെയ്ത നടപടി അത് ഒഴിവാക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നീട് ഈ രഞ്ജന കൗർ തന്നെ തന്റെ വാട്സപ്പ് പിന്നീട് അത് തുറന്നു നോക്കിയ സമയത്താണ് ഇങ്ങനെ വാട്സപ്പിൽ നിന്ന് പലർക്കും മെസ്സേജ് പോയ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നു. അങ്ങനെ ഈ അഞ്ജിതയെ ഫോൺ വിളിച്ച് ഇനി മറ്റാർക്കും പൈസ കൊടുക്കരുത്, തട്ടിപ്പാണെന്ന് പറയുകയും ചെയ്തു. ഉടൻ തന്നെ തിരുവനന്തപുരം സൈബർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. എന്തായാലും 10,000 രൂപയാണ് നഷ്ടപ്പെട്ടത്. ഈ സൈബർ തട്ടിപ്പിൽ ഇരകളാകുന്നവരുടെ എണ്ണം ഇതേപോലെ നാൾക്കുനാൾ കൂടി വരികയാണ്. ഇതിനു മുമ്പും ഓരോ ദിവസവും പുതിയ പുതിയ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പ് സംഘങ്ങൾ ആളുകളിൽ നിന്ന് പണം കൈക്കലാക്കുന്നത്. ഇതിനു മുമ്പ് നേരത്തെ കോഴിക്കോടും ഇതുപോലെ A1 ഉപയോഗിച്ച് സൈബർ തട്ടിപ്പ് നടത്തിയിരുന്നു. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.